സൺഡേ ആഫ്റ്റർനൂൺ മുഖത്തിപ്പോൾ നല്ല കരിവാളിപ്പുള്ളതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചമഞ്ഞളും പയർ കുതിർത്തതും പിന്നെ കുറച്ച് തൈരൊക്കെ ചേർത്തിട്ട് ഒരു പാക്ക് ഉണ്ടാക്കി ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെന്തായാലും ഉണങ്ങി പിടിക്കാൻ കുറച്ച് സമയമാവും. ആ നേരം കൊണ്ട് കുറച്ച് ജോലികളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ ജോലികൾ, അതൊക്കെ ചെയ്ത് തീർത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് മോളും അവിടെ വന്നിരുന്ന് എഴുതാമെന്ന് പറഞ്ഞ് ടേബിളിലിരുന്ന് എഴുതുകയാണ്. അപ്പം ഉറക്കം തൂങ്ങിയിരിക്കുകയാണ് ആൾ സ്കൂളിൽ നിന്ന് വന്ന പാടെ. ഈ ഒരു സ്ഥലത്ത് നിന്ന് ചെടികളും ചീരയും എല്ലാം പുഴുതു മാറ്റി. കാരണം ഇവിടെ കാറിടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഷെഡ് തയ്യാറാക്കുന്നിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ആ ലാസ്റ്റ് ചീര എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ ഒരാഴ്ചയ്ക്ക് മുന്നേ ഞങ്ങൾ പറിച്ചതാണ്. അപ്പം ഇത്രയേ കിട്ടുകയുള്ളൂ. അപ്പോൾ 2 ചീരയും കൂടെ ഒരുമിച്ച് കട്ട് ചെയ്താലേ തോരന് തികയത്തുള്ളൂ. അപ്പം നാളത്തേക്ക് വേണ്ടിയിട്ട് അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. മാത്രമല്ല അച്ചാറിടാൻ വേണ്ടിയിട്ടുള്ള മാങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ കുളിച്ചിട്ട് വന്ന് അച്ചാറും കൂടെ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് രണ്ടും കൂടെ കട്ട് ചെയ്താലേ ഒരു ദിവസത്തെ തോരന് തികയുള്ളൂ. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് ക്ലിംഗ് റാപ്പിട്ട് ഫ്രിഡ്ജിൽ വെച്ചു.